ദന്താരോഗ്യം നിലനിർത്തുന്ന കാര്യത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് ടൂത്ത് ബ്രഷ്. എന്നാൽ പലരും ഇത് ഇടയ്ക്കിടെ മാറ്റുന്ന കാര്യം മറന്നു പോകാറുണ്ട്. കാലപ്പഴക്കം ചെല്ലുമ്പോൾ ടൂത്ത് ബ്രഷിലെ ബ്രിസിലുകൾ അകന്ന് പോകുകയോ പൊഴിഞ്ഞു പോകുകയോ ചെയ്യാം. ഇത് പല്ലുകളിൽ നിന്നും ഭക്ഷണാവശിഷ്ടം ശരിയായ രീതിയിൽ നീക്കം ചെയ്യാനുള്ള ബ്രഷിന്റെ കഴിവിനെ ബാധിക്കും. ശരിയായി സൂക്ഷിച്ചില്ലെങ്കിൽ ബ്രഷിൽ ബാക്ടീരിയകൾ വളരാനും സാധ്യതയുണ്ട്. പഴക്കം ചെന്ന ബ്രഷിന്റെ ഉപയോഗം വായിൽ അണുക്കൾ പെരുകി വായിൽ അണുബാധയ്ക്കും മറ്റ് ദന്താരോഗ്യ പ്രശ്നങ്ങളിലോട്ടും നയിച്ചേക്കാം. സാധാരണഗതിയിൽ 3-4 മാസം കൂടുമ്പോൾ ബ്രഷ് മാറ്റിയിരിക്കണമെന്നാണ് ദന്താരോഗ്യ വിദഗ്ധരുടെ ശുപാർശ. ബ്രഷിന്റെ ബ്രിസിൽസിന് കേടുകൾ വന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടാലും അവ മാറ്റണം. കേടുവന്ന ബ്രിസിൽസ് പല്ലുകളുടെ ഇനാമൽ നശിപ്പിക്കുകയും മോണയ്ക്ക് ക്ഷതമേൽപ്പിക്കുകയും ചെയ്യും. ഇത് മോണയിൽ നിന്നും രക്തസ്രാവം ഉണ്ടാക്കാനും സെൻസിറ്റീവായ പല്ലുകളിലേക്ക് നയിക്കുകയും ചെയ്യും. പുതിയ ബ്രഷ് തിരഞ്ഞെടുക്കുന്ന കാര്യത്തിലും ശ്രദ്ധ വേണം. ഒരാളുടെ വ്യക്തിഗത താൽപ്പര്യങ്ങൾ, ആരോഗ്യം, പ്രായം, ഉപയോഗത്തിന്റെ ആവൃത്തി എന്നിവയെല്ലാം ഈ തിരഞ്ഞെടുപ്പിൽ നിർണായകമാകാറുണ്ട്. സോഫ്റ്റ്, അൾട്രാ സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്നിങ്ങനെ 4 തരത്തിൽ ടൂത്ത് ബ്രഷുകൾ നമ്മുടെ നാട്ടിൽ ലഭ്യമാണ്. നല്ല നിരയൊത്ത പല്ലുകളുള്ളവർക്കും കറയോ അഴുക്കോ കാര്യമായി അടിയാത്തവർക്കും സോഫ്റ്റ്, അൾട്രാ സോഫ്റ്റ് ബ്രഷുകൾ ഉപയോഗിക്കാവുന്നതാണ്. എന്നാൽ പല്ലിൽ കറയടിഞ്ഞിട്ടുള്ളവരും നിരന്തരമായ ഭക്ഷണം കഴിപ്പ് മൂലം അഴുക്കടിയുന്നവരും മീഡിയം, ഹാർഡ് ബ്രിസിലുകളുള്ള ബ്രഷ് ഉപയോഗിക്കുന്നതായിരിക്കും ഉത്തമം. വായുടെ പിൻവശത്തേക്ക് വരെ പോയി വൃത്തിയാക്കാവുന്ന തരത്തിൽ അല്പം ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ബ്രഷ് തിരഞ്ഞെടുക്കുന്നതും നല്ലതാണ്. പിടിക്കാൻ നല്ല ഗ്രിപ്പുള്ള ബ്രഷും തിരഞ്ഞെടുക്കേണ്ടതാണ്. ഏത് തരം ബ്രഷ് ഉപയോഗിച്ചാലും ശരിയായ ക്രമത്തിലുള്ള ബ്രഷിംഗ് രീതി പിന്തുടരേണ്ടതും അത്യാവശ്യമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ രാത്രി ഭക്ഷണമെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ടും ബ്രഷ് ചെയ്യേണ്ടത് ആവശ്യമാണ്.